നമസ്കാരം. M4 ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിന്റെ വൈരാഗ്യത്തിൽ ജീവനക്കാരൻ എണ്ണ കമ്പനിക്ക് തീയിട്ടു. വരന്തരപ്പള്ളി മുപ്ലിയത്ത് അച്ഛനെയും മകനെയും കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. പാലിയേക്കരയിൽ ബംഗാൾ സ്വദേശിയെ ആക്രമിക്കുകയും യുവതിയെ തടവിൽ വെച്ച് കവർച്ച നടത്തുകയും ചെയ്ത സംഭവത്തിൽ ദുരൂഹതയേറുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് മുന്നോടിയായി സഹസ്ര കലശ ചടങ്ങുകൾ തുടങ്ങി. GLPS ഈസ്റ്റ് ചാലക്കുടി വിദ്യാലയ വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും യാത്രയയപ്പും നടത്തി. കണ്ണമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി ആഘോഷം വർണ്ണാഭമായി. വിശദമായ വാർത്തയിലേക്ക്. ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിന്റെ വൈരാഗ്യത്തിൽ ജീവനക്കാരൻ എണ്ണ കമ്പനിക്ക് തീയിട്ടു. മുണ്ടൂരിലാണ് സംഭവം. എണ്ണ കമ്പനിയിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്ന ടിറ്റോ തോമസ് ആണ് കമ്പനിക്ക് തീയിട്ടത്. ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് തൃശൂർ വേളക്കോട് ഇൻഡസ്ട്രിയിൽ എസ്റ്റേറ്റിലെ ഗൾഫ് പെട്രോൾ കെമിക്കൽസിൽ തീപിടുത്തമുണ്ടായത്. കുന്നംകുളത്ത് നിന്നും തൃശൂരിൽ നിന്നും 2 യൂണിറ്റ് അഗ്നിരക്ഷാസേനാ സംഘവും ഗുരുവായൂരിൽ നിന്ന് 1 യൂണിറ്റും എത്തിയാണ് തീയണച്ചത്. തൃശൂർ പൂത്തോൾ സ്വദേശി സ്റ്റീഫനാണ് കമ്പനിയുടെ ഉടമ. പ്രതി എണ്ണ കമ്പനിക്ക് തീയിട്ട ശേഷം ഉടമയ്ക്ക് സന്ദേശം അയക്കുകയായിരുന്നു. താൻ ഫാക്ടറിക്ക് തീയിട്ടുവെന്നും വേണമെങ്കിൽ പോയി തീ അണച്ചോളൂ എന്നുമാണ് അറിയിച്ചത്. ശേഷം പേരാമംഗലം പോലീസ് സ്റ്റേഷനിലെത്തി ഇയാൾ കീഴടങ്ങി. 1.5 മാസം മുൻപ് കമ്പനിയിൽ വെച്ച് ഉടമയായ സ്റ്റീഫൻ ടിറ്റോയോട് ഓയിൽ ക്യാനുകൾ എണ്ണി തിട്ടപ്പെടുത്താൻ ആവശ്യപ്പെട്ടു. ഇതിൽ പ്രകോപിതനായ ടിറ്റോ ഇത് എന്റെ ജോലിയല്ലെന്നും ഞാൻ ഡ്രൈവറാണെന്നും ആ പണി മാത്രമേ ചെയ്യുകയുള്ളൂ എന്നും പറഞ്ഞു. ഇതിനെ ചൊല്ലി ഉടമയും ടിറ്റോയും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ഇതേ തുടർന്ന് സ്റ്റീഫൻ ഇയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയായിരുന്നു. എന്നാൽ ടിറ്റോയുടെ ജീവിത സാഹചര്യം മനസ്സിലാക്കിയ സ്റ്റീഫൻ മാർച്ച് 1 മുതൽ തിരികെ ജോലിക്ക് കയറാൻ നിർദ്ദേശിച്ചു. ഇതിനിടെയാണ് ഇയാൾ കമ്പനിക്ക് തീയിട്ടത്. 1 കോടി രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായതെന്ന് ഉടമ പോലീസിനോട് പറഞ്ഞു. വരന്തരപ്പള്ളി മുപ്ലിയത്ത് അച്ഛനെയും മകനെയും കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. മുപ്ലിയം പാറക്കുളം സ്വദേശികളായ അപ്പാട്ട് വീട്ടിൽ 49 വയസ്സുള്ള ശ്രീജിത്ത്, എരുമക്കാടൻ വീട്ടിൽ 40 വയസ്സുള്ള രാജു എന്ന രാജേഷ് എന്നിവരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു കേസിനാസ്പദമായ സംഭവം. മുപ്ലിയം സ്വദേശിയായ ആന്റണിയുടെ വീട്ടിൽ വെച്ച് ബന്ധുക്കളായ വെള്ളിക്കുളങ്ങര അയ്യാക്കാരൻ വീട്ടിൽ 55 വയസ്സുള്ള സേവ്യർ, മകൻ 24 വയസ്സുള്ള അരുൺ എന്നിവരെയാണ് പ്രതികൾ മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ആന്റണിയുടെ വീട് കയറി ആക്രമിച്ചത് ചോദ്യം ചെയ്ത വൈരാഗ്യത്തിലായിരുന്നു ഇരുവരെയും പ്രതികൾ മർദ്ദിച്ചത്. ശ്രീജിത്ത് വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2020 വീടു കയറി ആക്രമിച്ച കേസിലും രാജേഷ് അടിപിടി കേസിലും പ്രതികളാണ്. വരന്തരപ്പള്ളി SHO KN മനോജ്, SI അശോക് കുമാർ, സിവിൽ പോലീസ് ഓഫീസർമാരായ മുരുകദാസ്, ജോഫിൻ ജോണി എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പാലിയേക്കരയിൽ ബംഗാൾ സ്വദേശിയെ ആക്രമിക്കുകയും യുവതിയെ തടവിൽ വെച്ച് കവർച്ച നടത്തുകയും ചെയ്ത സംഭവത്തിൽ ദുരൂഹതയേറുന്നു. സംഭവത്തിൽ ആക്രമിക്കപ്പെട്ട യുവതിയും ആക്രമികളും പങ്കു കച്ചവടക്കാരായിരുന്നുവെന്നും ഇവർ നടത്തിയിരുന്ന സ്പാ 1 മാസം മുൻപ് നിർത്തിയതായും പോലീസ് പറയുന്നു. സ്പായുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള തർക്കമാണ് തട്ടിക്കൊണ്ടുപോകുന്നതിലും കവർച്ചയിലും കലാശിച്ചത്. സ്പായുടെ മറവിൽ പ്രധാന പ്രതിയായ ഗോപകുമാർ മയക്കുമരുന്ന് വിൽപ്പന നടത്താൻ ശ്രമിച്ചതാണ് സ്പാ നിർത്താൻ കാരണമായതെന്നാണ് ആക്രമിക്കപ്പെട്ട യുവതി പോലീസിന് നൽകിയ മൊഴി. തൃശൂരിൽ നടത്തിയിരുന്ന സ്പായുടെ മറവിൽ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നതായും പോലീസിന് വിവരമുണ്ട്. ആക്രമിക്കപ്പെട്ട യുവതിയുടെ സുഹൃത്തും അറസ്റ്റിലായ ഗോപകുമാറുമായി അഭിപ്രായ ഭിന്നതയുണ്ടായതിന്റെ വൈരാഗ്യമാണ് യുവതിയെ കടത്തിക്കൊണ്ടുപോകാൻ കാരണം. പരിക്കേറ്റ യുവതിയെ റോഡിൽ തടഞ്ഞ് ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് തൃശൂർ അരണാട്ടുകരയിൽ വെച്ചാണ് സംഘം യുവതിയെ തടഞ്ഞ് ആക്രമിച്ചത്. തുടർന്ന് ബലമായി കാറിൽ കയറ്റി ഗോപകുമാറിന്റെ കല്ലൂർ നായരങ്ങാടിയിലെ വീട്ടിൽ എത്തിക്കുകയും ആക്രമിച്ച് ആഭരണങ്ങൾ കൈവശപ്പെടുത്തുകയുമായിരുന്നു.
ഇതിൽ അറസ്റ്റിലായ 5 ആളുടെ പേരിലും കൊലപാതക ശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. നായരങ്ങാടി സ്വദേശിയായ താഴേക്കാട് വീട്ടിൽ ഗോപകുമാർ, കോഴിക്കോട് മേലൂർ സ്വദേശി ചേലയാർകുന്നിൽ അഭിനാഷ് പി ശങ്കർ, അളകപ്പനഗർ സ്വദേശി പുതുശ്ശേരിപ്പടി വീട്ടിൽ ജിതിൻ ജോഷി, കോഴിക്കോട് മേലൂർ സ്വദേശി ആതിര, തിരുവനന്തപുരം വെള്ളറട സ്വദേശി അഞ്ജു എന്നിവരുടെ പേരിലാണ് കേസ്. ഇതിൽ ഗോപകുമാർ, അഭിനാഷ്, ജിതിൻ എന്നിവരുടെ പേരിൽ ബംഗാൾ മൂർഷിദാബാദ് സ്വദേശി അബ്ദുള്ളിനെ ആക്രമിച്ച സംഭവത്തിലും കൊലപാതക ശ്രമത്തിനും കേസുണ്ട്. വ്യാഴാഴ്ച രാത്രി 11:30 പാലിയേക്കര ടോൾ പ്ലാസയുടെ സമീപത്തെ കോഫി ഷോപ്പിലെ ജോലിക്കാരനായ അബ്ദുള്ളിനെ സംഘം ആക്രമിച്ചത്. കോഫി ഷോപ്പിലെ ടോക്കൺ സമ്പ്രദായം തെറ്റിച്ചത് ചോദ്യം ചെയ്തതാണ് അക്രമികളെ പ്രകോപിപ്പിച്ചത്. ഈ സംഭവത്തിൽ പ്രതികളെ തിരഞ്ഞെത്തിയപ്പോഴാണ് പോലീസ് ഗോപകുമാറിന്റെ വീട്ടിൽ തടവിലിട്ടിരിക്കുന്ന യുവതിയെ കണ്ടത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് മുന്നോടിയായി സഹസ്ര കലശ ചടങ്ങുകൾ തുടങ്ങി. ദീപാരാധനയ്ക്ക് ശേഷം നാലമ്പലത്തിൽ ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന് നാക്കിലയിൽ ഇണവസ്ത്രവും പവിത്ര മോതിരവും ദക്ഷിണയും നൽകി ആചാര്യവരണം നടത്തി. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ, ഭരണസമിതി അംഗം സി മനോജ്, അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ, ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പ്രമോദ് കളരിക്കൽ, മാനേജർ സി ആർ ലിജുമോൾ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് ഗണപതി പൂജയ്ക്ക് ശേഷം മുളയിടൽ ചടങ്ങ് നടന്നു. പുറ്റുമണ്ണും ചാണകപ്പൊടിയും കലർത്തി നിറച്ച 16 വെള്ളി പാളികകളിൽ 12 ധാന്യങ്ങൾ വിതച്ചു. കലശം കഴിയുന്നതുവരെ 3 നേരം മുളപൂജയുണ്ടാകും. കലശ ചടങ്ങുകൾ നടക്കുന്നതിനാൽ ഇന്ന് വൈകിട്ട് മുതൽ സഹസ്ര കലശം നടക്കുന്ന 9 ഉച്ചവരെ നാലമ്പലത്തിലേക്കുള്ള പ്രവേശനം വടക്കേ നടയിലൂടെ മാത്രമാകും. ഇന്ന് വൈകിട്ട് പ്രസാദശുദ്ധി, മഹാകുംഭത്തിന്റെ സ്ഥലശുദ്ധി ചടങ്ങുകൾ നടക്കും. നാളെ ബിംബശുദ്ധി ചടങ്ങുകളാണ്. 9 1000 കലശവും ബ്രഹ്മകലശാഭിഷേകവും നടക്കും. 10 3 ആനയോട്ടം, രാത്രി ഉത്സവം കൊടിയേറും. GLPS ഈസ്റ്റ് ചാലക്കുടി വിദ്യാലയ വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും യാത്രയയപ്പും നടത്തി. ശനിയാഴ്ച രാവിലെ 10:30 നടന്ന പരിപാടി ചാലക്കുടി മുനിസിപ്പൽ ചെയർമാൻ ഷിബു വാലപ്പൻ ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക IN ശ്രീജ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MM അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. അധ്യാപിക സോഫി പി ആന്റണിക്ക് യാത്രയയപ്പ് നൽകി. കോമഡി ഉത്സവം ഫെയിം മുരളി ചാലക്കുടി മുഖ്യാതിഥിയായിരുന്നു. പ്രതിപക്ഷ നേതാവ് CS സുരേഷ് മുഖ്യ സാന്നിധ്യം വഹിച്ചു. ചാലക്കുടി AEO നിഷ PB എൻഡോമെന്റ് വിതരണം നടത്തി. ചാലക്കുടി BBC CG മുരളീധരൻ സമ്മാന വിതരണം നടത്തി. കലാരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് കലാഭവൻ ജയനും മാധ്യമരംഗത്തെ നിസ്തുല സംഭാവനയ്ക്ക് ലാലുമോൻ മനോരമയ്ക്കും ആദരവ് നൽകി. TD എലിസബത്ത്, PJ ജോജി, A ജയശ്രീ, മെൻഡസ് കണ്ണൂക്കാടൻ, ഹണി പോൾ, അഭിരാമി അരുൺ എന്നിവർ ആശംസകൾ നേർന്നു. കണ്ണമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി ആഘോഷം വർണ്ണാഭമായി. ഞായറാഴ്ച വൈകിട്ട് ആനച്ചമയ പ്രദർശനം നടന്നു. തിങ്കളാഴ്ച രാവിലെ ക്ഷേത്ര ചടങ്ങുകൾ ആരംഭിച്ചു. 11 ആനയൂട്ട്, 1 കാഴ്ചശീവേലി, പഞ്ചവാദ്യം, ചേരാനെല്ലൂർ ശങ്കരൻകുട്ടി മാരാർ നയിക്കുന്ന പാണ്ടിമേളം, വൈകിട്ട് 6:30 നിറമാല, ചുറ്റുവിളക്ക്, തുടർന്ന് വർണ്ണമഴ, 7 ക്ഷേത്രനടയിൽ വിവിധ ദേശക്കാരുടെ താലി സമർപ്പണം എന്നിവ നടന്നു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില 15 രൂപ കൂടി ഗ്രാമിന് 7,945 രൂപ, പവന് 63,560 രൂപ.
ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 36 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിന്റെ വൈരാഗ്യത്തിൽ ജീവനക്കാരൻ എണ്ണ കമ്പനിക്ക് തീയിട്ടു. വരന്തരപ്പള്ളി മുപ്ലിയത്ത് അച്ഛനെയും മകനെയും കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. പാലിയേക്കരയിൽ ബംഗാൾ സ്വദേശിയെ ആക്രമിക്കുകയും യുവതിയെ തടവിൽ വെച്ച് കവർച്ച നടത്തുകയും ചെയ്ത സംഭവത്തിൽ ദുരൂഹതയേറുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് മുന്നോടിയായി സഹസ്ര കലശ ചടങ്ങുകൾ തുടങ്ങി. GLPS ഈസ്റ്റ് ചാലക്കുടി വിദ്യാലയ വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും യാത്രയയപ്പും നടത്തി. കണ്ണമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി ആഘോഷം വർണ്ണാഭമായി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.